ശിവാനി ഉണ്ടാകണമെന്ന് കണ്ടിട്ട് ഇല്ലെന്നാ തോന്നുന്നു. എന്താ എന്ത് എന്താ എന്ത് എന്താ എന്തടാ എന്താ അല്ല 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 മാമൻ എന്താന്ന് പറഞ്ഞോണ്ട് ഞാൻ എന്താന്ന് ചോദിച്ചു. ഞാൻ എന്താന്ന് പറയാ, നീ എന്നെ എന്താന്ന് പറയൂടാ? ഇല്ല ഇല്ല പറയൂല പറയൂല. നീ നീ ജംഗ്ഷനിൽ കടയിട്ടേക്കുന്ന ഷിബു അല്ലടാ? ഓ മാമൻ അറിയാമോ? പിന്നെ എടാ നിന്നെ അവരെല്ലാം അലവലാതി ഷിബു എന്ന് വിളിക്കുന്നത്. അല്ല അങ്ങനെ അലവലാതി ഷിബു ഒന്നും വിളിക്കില്ല. ഷിബു റോക്സ്. നീയാണ് ഷിബു റോക്സ്. നീയാണ് ഇവിടെ ചുറ്റിപ്പറ്റി നടന്ന പ്രശ്നമൊക്കെ ഉണ്ടാക്കണം അല്ലടാ? അല്ല ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കൂല. എന്റെ അടുത്ത് ഇങ്ങോട്ട് വന്നാ ഞാനും വെറുതെ വിടൂല, അത്രേ ഉള്ളൂ. ആൺകുട്ടികളെ അങ്ങനെ വേണം കേട്ടാ. പിന്നെ നീ കടയിട്ടിരിക്കല്ലേ ഇവിടെ? ഓ കട എങ്ങനെ പോണ്? കട ഗംഭീരമായിട്ട് പോവില്ലേ? ബിസിനസ് ഒക്കെ ഉണ്ടാ? ബിസിനസ് ഒക്കെ ഉണ്ട്. പുതിയ സാധനമൊക്കെ വന്നാ? പുതിയ കിടിലൻ സാധനം വന്നു തന്നെ. മാമ അങ്ങോട്ട് വരാം, കച്ചവടം ഉണ്ടല്ലേ? പിന്നെ കച്ചവടം ഉണ്ട്. പിന്നെ വേറെ കാര്യം ഞാൻ പറയാം, ഇവിടെ ഉള്ളവന്മാർ സ്വഭാവം വെച്ച് പറയണം, നിനക്ക് അറിഞ്ഞൂടാ. കടം കൊടുക്കല് ജീവിതകാലം പിന്നെ തിരിച്ചു വിടില്ല. പറഞ്ഞു മനസ്സിലായില്ല? മനസ്സിലായി. ഞാൻ വരാം. ചെല്ല്. മാമന് ഫോൺ വേണമെങ്കിൽ ഞാൻ കൊണ്ടുതരാം. തന്നെ ഒരെണ്ണം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു, മാറ്റണമെന്ന് കുറെ ദിവസം കൊണ്ട് വിചാരിക്കുന്നു. മാറ്റിക്കളാ കിടിലൻ ഫോൺ ഞാൻ തരാം. അത് ഇൻഷൽ എത്ര? ഇൻഷല് മാമനായോണ്ട് ഞാൻ കണ്ടറിഞ്ഞ സാധനം തരാം. അപ്പൊ സീറോ ബാലൻസ്. മാസം വല്ല അടച്ചാൽ വിളിച്ച് നിന്നെ വിളിച്ചേ. ഒന്നുമില്ല. കളിക്കല്ലേ കാശു? അങ്കിളെ അങ്ങനെ വിളിക്കൂ. നീ എന്താ ഇവിടെ? ഞാൻ വെറുതെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയത്. പൊതുവഴിയല്ലേ? അല്ലെന്ന് ഞാൻ പറഞ്ഞു. അല്ലെന്ന് ഞാനും പറഞ്ഞല്ലോ. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാ ഒന്നെങ്കിൽ നീ ഇവിടെ എന്തിനാ വന്നേന്ന് പറയണം, അല്ലെങ്കിൽ നിനക്ക് എന്നോട് പറയാൻ സൗകര്യം ഇല്ലെന്ന് പറയണം. രണ്ടിന്റെ ഇടയ്ക്കിട്ട് നീ പറയില്ലേ? സൗകര്യമില്ല. അങ്കിൾ എന്തിനാ വന്നേ? അങ്കിള് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാ പോ. വീട്ടിലോട്ട് വന്നയാണെങ്കിൽ അങ്ങോട്ട് വന്നൂടെ? എന്തിനാ ഇവിടെ നിക്കണേ? നിനക്കെന്താ ഭൂതളവിയാടാ? അങ്കിളെ മാമനെ നിന്നെ തന്നെ എന്നെയാണ് കിടക്കാ പോടെ. കണ്ട മാമ വർണ്ണനും പോണലും എന്റെ തലയിൽ കയറി നിൽക്കുന്നു. അങ്ങനെ അതാണ് സ്വഭാവം. സ്വഭാവമൊക്കെ എനിക്കറിയാം. എടാ പിന്നെ ഒരു കാര്യം അറിയാമോ, ഞാൻ നേരത്തെ ഇങ്ങോട്ട് പോണുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോവായിരുന്നു. അപ്പൊ ഞാൻ തന്നെ വിളിച്ചിട്ട് സംസാരിച്ചേ. നമ്മളെ പയ്യനല്ലേ പോട്ടടേ. ഇവിടെ ഞാൻ വരാം, കടയിലോട്ട് വരാം കേട്ടാ. പോട്ടാ പിന്നെ പോവാതെ. എന്താടാ? ഒന്നുമില്ല, മാമനെ കണ്ടിട്ട് ഈ ചെറുക്കന് വയ്യല്ലേ? അയ്യോ ഇതൊരു ചുടപ്പോ. സിദ്ധു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് നീ അങ്ങോട്ട് വീട്ടിലോട്ട് പറഞ്ഞടേ. ആരുമില്ല, പാവപ്പെട്ടവനാണ്, ഒറ്റയ്ക്കാണ്, അറിയാല്ല തന്നെ. അളിയാൻ പാവപ്പെട്ടവനെ കണ്ടിട്ടില്ലെങ്കിൽ ദോ കണ്ടോ, വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് വെച്ചോ, ഗൾഫിൽ പോകുമ്പോ അവരെയൊക്കെ കാണിക്കാം. അല്ല പിന്നെ വലിയ പാവപ്പെട്ടവൻ വന്നേക്കണ്. പൊന്നളിയാ, അളിയൻ അറിയാത്തോണ്ടാണ്. മാസേ സിംഗപ്പൂരിൽ നിന്ന് വരും ഡോളർ. ആ ഡോളർ കൺവേർട്ട് ചെയ്ത് ഇന്ത്യൻ മണി ആക്കിയിട്ട് കട്ടിന്റെ അടി ഒളിപ്പിച്ചു വെക്കും, മെത്തനടിയില്. നീ വീട്ടിൽ വന്ന് മെത്ത നോക്കി നോക്കിയാടാ എപ്പോഴെങ്കിലും? അവിടെ ഒന്നുമില്ല, നീ പൊക്കി നോക്കിയാ ചോദിച്ചത്. പിന്നെ സിദ്ധു ഉള്ളത് പറയല്ലേ, പറഞ്ഞാൽ ദാരിദ്ര്യം പറയെന്ന് വിചാരിക്കും. ഉച്ചയ്ക്ക് ഉണ്ടതേ മുളകും പുളിയും കൂടെ വെച്ച് പിടുങ്ങി എല്ലാം കൂടെ എടുത്തു വെച്ചാണ് കഴിച്ചത്. സത്യം പറയാൻ ദാരിദ്ര്യം മക്കളെ. ആരാടാ? പ്രാവച്ചമ്പലം പാസിയാന്നോ? മാമിയല്ലേ? മാമിയായി എന്റെ പൊന്നെ മാമി കിടക്കണം. എന്തോ കിടക്കണത് ഇവിടെ? എന്താ കിടക്കണത്? പയറ് പോലെ ഓടി നടന്നല്ലേ മാമിയായി? ഇവിടെ മാമി കിടപ്പിലായ വിവരം നീ എന്താ പറയാത്തത് കേശു? നീ എന്നെ അങ്ങനെ കിടത്താൻ നോക്കല്ലേ. നീ അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഇറങ്ങി. അയ്യോ ഞാൻ അങ്ങോട്ട് വരാം, നീ സമാധാനത്തോടെ. ഇങ്ങനെ ഓടി നടന്നവര് അതൊക്കെ വരും മാമി, അതൊക്കെ വരും. ഇതെന്തരാണ്? നീ ഒന്ന് അടങ്ങിയതില്ലടാ. ഡേ സിദ്ധു, ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് വിചാരിക്കുകയാണ്. നീ അങ്ങ് വീട്ടിലൊന്നും പോകില്ലടേ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത്? ഉള്ള ഒരു കാര്യം ഞാൻ പറയാം, തമാശയ്ക്ക് പറഞ്ഞാണ്. എടേ ഭാര്യാഗൃഹ പരമസുഖം, 10 ദിവസം കഴിഞ്ഞാൽ പട്ടിക്ക് തുല്യം. ഇതൊക്കെ അറിയാവുന്ന അങ്കളാണ്. സ്വന്തം ഭാര്യ വീട്ടിൽ പോയി പെറ്റ് കിടക്കണം അല്ലേ? എടാ പോടാ, എന്നെ അവിടെ എല്ലാവർക്കും വലിയ കാര്യമാണ്.
തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. ഇടയ്ക്ക് നമ്മുടെ പുഷ്പലത ആന്റിയുടെ അമ്മ പറഞ്ഞേ ഇനി മേല നീ ഇങ്ങോട്ട് കയറി പോലെന്ന്. വാടാ അമ്മായി തമാശ പറയണത്. അവര് ഞാൻ പറഞ്ഞാ ചാവും. മാമി എന്തായാലും വല്ലാണ്ട് ക്ഷീണിച്ചു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഓ ഇവിടെ പിള്ളേരും ഒക്കെ ആയിട്ട് കളിയും ചിരിയും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടെങ്കിലുവേ പടവലത്തെ കാര്യം ആലോചിക്കുമ്പോൾ വലിയ വിഷമമാണ്. അവിടെയൊക്കെ കാടും പടലവും പിടിച്ച് ഇരുട്ടുകാരും കിടക്കായിരിക്കും. ഒരു കാലഘട്ടത്തിൽ എന്ത് സന്തോഷമായിട്ട് ജീവിച്ച കുടുംബമാണ് ദൈവമേ. ആ മാമി, അവിടെ ചോർച്ചയുണ്ട്. മിക്കവാറും വീട് ഇടിഞ്ഞ് പൊളിഞ്ഞ് തവിട് പൊടിയാവും. കേശു മക്കളെ, ഇടയ്ക്ക് നിങ്ങളെല്ലാം കൂടെ അങ്ങോട്ട് പോണേടാ. പോയിരിക്കല്ലേ. എത്ര തലമുറ ജീവിച്ച് നശിച്ച വീടാണെന്നറിയാമോ? അല്ല, എത്ര പേര് ജീവിച്ചതാണ് ഇവിടെ. ചെവി കേൾക്കൂലായിരിക്കും അല്ലേ? അയ്യോ ലച്ചു, ഇതാര്? കുഴിപ്പള്ളത്തെ രാജ്ഞി. മക്കൾക്ക് നമ്മളെ കണ്ട അറിയാമോ? മക്കളെ പാവങ്ങളാണ്, കണ്ടറിയാമോ? അപ്പൊ മനഃപൂർവ്വമാണ് എന്നെ മൈൻഡ് ചെയ്യാതിരുന്നത്. നീ എന്താ ചെയ്യുന്ന? ഭർത്താവ് പെട്ടിയിൽ പൈസ കൊണ്ടെങ്കിൽ വന്നപ്പോഴത്തേക്ക് നമ്മളെയൊക്കെ മറന്നു. നമ്മളെ കണ്ടാൽ കണ്ണിന് പിടിക്കുന്നില്ല അല്ലേ ലച്ചു? ലച്ചു, ഒരു കാര്യം നീ ഓർമ്മിച്ചോണം. നിന്റെ കല്യാണത്തിനെ ഓടി നടന്നത് എന്റെ കണ്ണുമുമ്പിൽ ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. മരണ ഓട്ടോ ആയിരുന്നു ഞാനൊക്കെ, അറിയാമോ? പുഷ്പലത കൂപ്പിടുറാங்களா? കൂപ്പിടാറ്. കൂപ്പിട്ടിട്ട് അപ്പായിട്ട് തെറി വിളിച്ചോണ്ടിരിക്കും. അതുപോലല്ലേ ബാസ്യങ്ങൾ പെരുമാറുന്നത്. ഇതാരത്? പാറുവാ? ഞാൻ വിചാരിച്ചു വേറെ ഏതാ വലിയ സ്ത്രീ. അങ്ങോട്ട് താന്നില്ല അവിടെ. എന്തോ അങ്കിളെ വന്ന് കയറിയ ശേഷം മൊത്തം നെഗറ്റീവ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അതല്ലേ ഞാനും ആലോചിക്കുന്നു. ഇവിടെ കയറി ഭയങ്കര നെഗറ്റീവ് കേട്ടാ. അതങ്ങനാ മോനെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് ചൊറിഞ്ഞിട്ടേ അങ്ങ് പോവും. അതൊരു ശീലമായി പോയി. തമാശക്ക്. പിന്നെ മാമി, ഞാൻ വേറെ കാര്യം പറയാം. മാമി വല്ലാണ്ടങ്ങ് ക്ഷീണിച്ചോ ഏട്ടറാശേ? ഓ ഇനിയിപ്പൊ എന്തോ അതിന്റെ ഉയരങ്ങ് എടുത്താ മതിയായിരുന്നു. അമ്മൂമ്മ ആരൊക്കെ ഉണ്ടായാലും ആരും ഇല്ലാത്തതുപോലെ ഒരൊറ്റപ്പെടല്. ഞാൻ ഒരു കാര്യം പറയാം. മാമനൊരു ശല്യമായിരുന്നെങ്കിലും മാമിയെ കൈവെള്ള കൊണ്ട് നടക്കുമ്പോഴാണ് നടന്നത്. വലിയ മനുഷ്യനായിരുന്നു മാമൻ. അദ്ദേഹം ഉണ്ടായിരുന്നപ്പം ജീവിതത്തിൽ ഒരു ദുഃഖവും എനിക്ക് അറിയേണ്ടി വന്നിട്ടില്ല. നിങ്ങളിനി എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ ഒരു കാര്യം പറയാം. മാമിക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യണുണ്ട്. അങ്ങനത്തെ ഇതൊന്നുമില്ല. അമ്മൂമ്മയുടെ ഇന്നത്തെ മൂഡ് ശരിയല്ല, അതുകൊണ്ട്. എന്റെ മൂടിന് എന്തോ കുഴപ്പം? നീ നിന്റെ ജോലി നോക്കി ഇരുന്നേ. ഓക്കെ, ഞാനൊന്ന് കിടക്കട്ടെ. എനിക്കൊരു വല്ലാത്ത ക്ഷീണം. വെച്ചു പടവലത്ത് നിറഞ്ഞിരുന്ന സ്ത്രീയാണ്. പാറവട വന്നത് ചുരുണ്ട് പണി കിടക്കണ. കേശവേ ശ്രദ്ധിക്കണടാ. എന്നെ വിളിക്കണേ. പിന്നെ എല്ലാരും ഒന്ന് വിളിച്ചറിയിച്ചേ. എടാ ചുമ്മാ വിളിച്ച് പറയാം മാമിക്ക് വയ്യൊന്ന്. പോണോ? ഓ അമ്മൂമ്മ, ശരിക്കും അമ്മൂമ്മക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിനക്കെന്താ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. ഇപ്പൊ ശരി. അടുത്ത് കിടക്കാനും സമ്മതിക്കത്തില്ല. എന്താണ് വിളിയാട്ട് വിളിക്കണേ. ഇതങ്ങനെ കാര്യമാക്കണ്ട. എന്താ നനച്ചു അത്? ഫോണും കൈവച്ചോണ്ട് വന്നു കഴിഞ്ഞാ പിന്നെ ചുറ്റുള്ള ഒന്നും കാണത്തില്ലല്ലോ. അമ്മൂമ്മയാണ് ഞാൻ വിചാരിച്ച അലക്കാനുള്ള തുണി ഇട്ടേക്കണേ ആയിരിക്കും. എന്താണ് പൊതച്ചു കൂട്ടിയൊക്കെ ഇരിക്കണേ? എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ തോന്നി, അതുകൊണ്ടിരുന്നു. എന്തു വെച്ചി? വയ്യേ? പനിയുണ്ടോ? എന്റെ കൊച്ചങ്ങനെ മാറിയിരിക്ക്. ഒന്നാമത് ഭയങ്കര ചൂടാണ്. അമ്മൂമ്മയ്ക്ക് എന്താണ് പ്രശ്നം? ഇങ്ങനെ പൊതച്ചു കൂട്ടിരിക്കണേ എന്താ? ഈ ചൂടത്ത് ആരെങ്കിലും ഇങ്ങനെ ഇരിക്കുവോ? ആരും ഇരിക്കത്തില്ല, ഞാനിരിക്കും. നിനക്ക് ഫോൺ ചെയ്യണമെങ്കിൽ ആ മാവിന്റെ മൂട്ടിലോ അല്ലെങ്കിൽ ആ ഊഞ്ഞാലോ എവിടെങ്കിലും പോയിരുന്നു ചെയ്തു പോ. അത് ഞാൻ എവിടെയെങ്കിലും പോയിരുന്നു ചെയ്തോളാം. അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറയാം അമ്മൂമ്മ. അല്ലെങ്കിൽ ആ ബാസ്യങ്ങൾ തന്നെ വന്നപ്പോ അമ്മൂമ്മ കിടക്കണോണ്ടിട്ട് എന്തൊക്കെ പറഞ്ഞു. അല്ല ലച്ചു, നിനക്കെന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാ നിന്റെ ജോലി നോക്കി പോ. ലച്ചു, നീ ഇപ്പൊ എന്റെ കൊച്ചിനെന്തേലും പറഞ്ഞോ? കൊച്ചിനെ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എന്റെ കൊച്ചിനെന്ത് പറഞ്ഞ പോലെ ഞാൻ കേട്ടല്ലോ. ഇല്ലല്ലോ. എന്തുവാ ലച്ചു നിന്റെ പ്രശ്നം? ഏത് നേരെ കൊച്ചിനെ ചുമ്മാ ചൊറണ്ട് നടക്കുക? എടാ ഞാൻ കൊച്ചിനെ ചൊറിഞ്ഞതല്ല, ഞാൻ അമ്മൂമ്മയുടെ അടുത്ത് കാര്യം ചോദിച്ചതാണ്. കുറെ നേരം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കാം. ഒന്നില്ലെങ്കിൽ എവിടെയെങ്കിലും ആങ്ങി തൂങ്ങിയിരിക്കും,
അല്ലെങ്കിൽ ഇതേപോലെ പുതച്ചു മൂടിയിരിക്കും. എന്നാ കാര്യം ചോദിച്ചാൽ പറയണ്ടേ, വെറുതെ മനുഷ്യരെ ടെൻഷൻ അടിപ്പിക്കാൻ. നമുക്ക് എപ്പോഴും ടെൻഷൻ ആണല്ലോ. ജനലിൽ കൂടെ തൂക്കി ഒറ്റ ഏറിട്ടെ. ഇതാ ഞാൻ പറഞ്ഞേ ഏത് നേരം കൊച്ചിന്റെ പുറകെയാണ്. അത് മാത്രല്ല അമ്മൂമ്മ, ഞാൻ കുറച്ച് ശ്രദ്ധിച്ചായിരുന്നു. അമ്മൂമ്മയ്ക്ക് എന്തോ വയ്യായ്മ പോലെ. എന്തെങ്കിലും ഉണ്ടെ പറയണം കേട്ടോ. ഒന്നുമില്ല മോനെ, മനസ്സിന് എന്തോ ഒരു വിഷമം. പിന്നെ ഇന്നലെ മുതല് പടവലത്തെ കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുവാങ്ങ്. മനസ്സിന് വിഷമോ? എന്നാ വാ ആശുപത്രിയിൽ പോവാം, എന്നിട്ടൊരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാം. ഓ തുടങ്ങി. മനസ്സിന് വിഷമം ഉണ്ടെങ്കിലും ബോഡി ചെക്കപ്പ് നടത്തണോ? നിനക്ക് എന്താ ലച്ചു കുഴപ്പം? അമ്മൂമ്മ ആ. പറ, എന്റെ അമ്മൂമ്മക്ക് എന്താണ് വിഷമം? അപ്പൊ പറയും. അമ്മൂമ്മയെ കൊണ്ട് നമ്മളെല്ലാരും കൂടെ പടലത്ത് പോയി കഴിഞ്ഞാൽ അമ്മൂടെ വിഷമം എല്ലാം മാറും. പടലത്ത് പോയി അതേപോലെ നല്ല രസമൊക്കെ ആയിരിക്കും. പോവാമ്മ. അമ്മൂമ്മ പറഞ്ഞാ പോവാം. മക്കളെ, പടവലത്ത് പോയാലേ പഴയ ഒരുപാട് കാര്യങ്ങൾ അമ്മൂമ്മ ഇങ്ങനെ ഓർക്കും. അപ്പൂപ്പൻ ജീവിച്ചിരിക്കുമ്പോ പറയുമായിരുന്നു, എന്റെ കാലശേഷം നീ ആരെയും ആശ്രയിക്കാതെയും ആരെയും ബുദ്ധിമുട്ടിക്കാതെയും ജീവിക്കണമെന്ന്. അതെന്താ അമ്മൂമ്മ അങ്ങനെ ഒരു വർത്തമാനം? അമ്മൂമ്മ ആരെ ആശ്രയിക്കാതെ തന്നെയല്ലേ ജീവിക്കുന്നേ. നമ്മുടെ നിന്ന് ആരുടെ കയ്യിൽ നിന്ന് ഒരു 10 രൂപ പോലും വാങ്ങുന്നുമില്ല. പടവലത്ത് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അമ്മൂമ്മയുടെ കാര്യങ്ങളും നോക്കുന്നത്. പിന്നെന്താ? അതിന്റെ ചെറിയൊരു അഹങ്കാരം ഉണ്ട്, അത് ഒഴിച്ച് ബാക്കിയല്ലോ. ലച്ചു, നിനക്ക് എന്താ കുഴപ്പം? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേച്ചി ചേച്ചി ചുമ്മാ ഇവിടെ നലമുണ്ടാക്കാ. ചേച്ചി അടുക്കളോട്ട് പോയേ ചെല്ലി. അടുക്കളയിൽ പോയിട്ട് എന്ത് ചെയ്യാനാ? നിനക്ക് വെച്ചിട്ടുണ്ടാക്കി തരാനാ? എന്റെ പൊന്നിടാവേ, താ എന്തായാലും ചെയ്യടോ. ചേട്ടാ എന്തല്ലേ ഇത്? ബാസ്യം വിളിക്കുന്നു. എടുത്തു. ഹലോ ബാസ്യങ്ങളെ. ആ നമ്പർ ഇല്ലെന്ന് ഞാൻ നേരത്തെ കള്ളം പറഞ്ഞതാ. ആ ആ ആ പറ. എന്ത് വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഉറപ്പ് ഇരിപ്പുറങ്ങില്ലേ? എന്നാ പറ്റേ കാര്യം ചെയ്യ്, ആ തുണിയെല്ലാം കെട്ടിപ്പിടിച്ചിരി. ഓ അമ്മൂമ്മ നമ്മൾ നോക്കുന്നുണ്ട്. നമ്മൾ അമ്മൂമ്മ എന്തിനാ വായിക്കുറേ? അമ്മൂമ്മയാണ് നമ്മളെ പറയണത്. ചേച്ചി പോവാസ്യങ്ങൾ എടുക്കും. ഓ ഞാൻ കൊടുക്കാം. അമ്മൂമ്മ ഇരിക്കട്ടെ ഭാസ്യങ്ങള്. ചേച്ചി ഇത് എന്താടാ ഭാസി? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ഇത് മനസ്സിനെന്തോ ഒരു വിഷമം. ഒറ്റപ്പെടലോ? അങ്ങനെ ചോദിച്ചാ ഇല്ലാതില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ ഉണ്ട്, ഒറ്റപ്പെടലും ഉണ്ട്. എന്നാ ശരി, എന്നാ വെക്കട്ടെ. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്നാ ശരി. അളിയോ, ബാസ്യങ്ങൾ എന്താടാ പറഞ്ഞേ? ഭാസ്യങ്ങൾ പറഞ്ഞ് നമ്മൾ അമ്മൂമ്മയെ നോക്കണമെന്ന്. സൂപ്പർ. അത് ബാസ്യങ്ങള് പറഞ്ഞിട്ട് വേണല്ലോ നമ്മളത് ചെയ്യാൻ. അത് മാത്രല്ല നമ്മൾ അമ്മൂമ്മയെ വഴക്ക് പറയരുതെന്നും പറഞ്ഞു. നമ്മളെന്തിനാ അമ്മൂമ്മനെ വഴക്ക് പറയാൻ ആവശ്യമില്ലാണ്ട്? എനിക്കങ്ങനെ അറിയാം. നല്ല രസമുണ്ട്. നീ ഈ കാര്യം ബാസ്യങ്ങൾ ആരൊക്കെ വിളിച്ച് പറയോ എന്തോ. എനിക്കത് പറയാൻ പോണെന്നാന്നറിയോ? നമ്മൾ ആരും അമ്മൂമ്മനെ നോക്കുന്നില്ല, പട്ടിണിക്കിട്ടേക്കാണ്, അതുകൊണ്ട് അമ്മൂമ്മയ്ക്ക് ഭയങ്കര ഒറ്റപ്പെടലാണെന്ന്. എന്തെങ്കിലും കാണിക്കും മാറും. എന്റെ ലച്ചു, ഞാൻ സ്വസ്ഥമായിട്ട് എവിടെങ്കിലും ഇരിക്കാൻ നീ സമ്മതിക്കത്തില്ല. ആ അമ്മൂമ്മ അവിടെ എവിടെയെങ്കിലും ഇരുന്നോ? വല്ലാത്തൊരു അമ്മ അല്ല അമ്മൂമ്മ. അങ്ങനൊന്നും പറയാൻ പാടില്ല. ഒന്നും പറഞ്ഞൂടാ അമ്മേ കേട്ടോ. വാവോ എന്റെ കുഞ്ഞു, വാവോ എന്റെ കുഞ്ഞു, വാവോ. കനകം, എവിടാ? ரொம்ப அழகா ட்ரெஸ் செஞ்சிருக்கீங்களே அம்மா. எங்க போறீங்க? ഞാനേ ഒന്ന് പടവലത്ത് പോയി അവിടെയുള്ള ബന്ധുക്കളെ ഒന്ന് കണ്ടിട്ട് വരാം. ബന്ധുക്കളെയൊക്കെ കണ്ടിട്ട് പറയണം, ഇവിടെ കൊച്ചുമക്കൾ എല്ലാരും കൂടെ ചേർന്ന് ഒറ്റപ്പെടുത്തി ഇവിടെ ഭയങ്കര ഒറ്റപ്പെടുത്തലാന്നൊക്കെ. നിനക്ക് എന്താ ലച്ചു കുഴപ്പം? ഞാനും വരട്ടെ പടവലത്ത്, നമുക്ക് ഒരുമിച്ച് പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് അടിച്ചു പൊളിക്കാൻ നിന്റെ കൂടെ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. എന്തോ അമ്മൂമ്മേ, ഒന്നില്ലെങ്കിൽ നമ്മൾ നല്ല ജോഡിയല്ലേ? ഭയങ്കര ജോഡിയാ, വേണ്ട. ഭയങ്കര ജോഡിയാ, രണ്ടും കൂടെ പോയി ഓർമ്മ തിരിച്ചു വരും. ഞങ്ങള് വേട്ടെ അമ്മൂമ്മ പടവലത്തേക്ക്? വേണ്ട, അമ്മൂമ്മ ഒറ്റയ്ക്ക് പൊക്കോളാം. ഒറ്റപ്പെടല് ഒറ്റയ്ക്ക് തന്നെ നേരിടണം. അതെന്തുവാ? അതങ്ങനെയാ. അമ്മൂമ്മ ഇറങ്ങാറായോ?
ആ. എങ്കിൽ പിന്നെ അമ്മൂമ്മക്ക് ഞാൻ ഒരു ടാക്സി വിളിച്ചു തരട്ടെ. ആ ടാക്സിക്ക് പോയിട്ട് അതേ ടാക്സിക്ക് തന്നെ അമ്മൂമ്മ തിരിച്ചു കൊണ്ടുപോവാ. കണ്ടോ, നിങ്ങൾക്ക് ആർക്കും ഇത് പറയാൻ തോന്നിയില്ലല്ലോ. എന്റെ സിദ്ധുമോനുള്ള സ്നേഹം നിങ്ങൾക്ക് ആർക്കും ഇല്ല എന്നോട്. என்னம்மா அப்படி ஒரு பேச்சு? நீங்க 2 நாள் உடம்பு முடியாத மாதிரி இருந்தப்போ எங்களுக்கு எவ்வளவு மனசு வருத்தம் தெரியுமா? இப்ப நீங்க அழகா ட்ரெஸ் பண்ணினப்பதான் எனக்கே மனசுக்கு நிம்மதி. അമ്മമ്മക്ക് ഇപ്പൊ ഒരു 10 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ട്. ഹലോ, ബാം കളിക്കാം. ബാ. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. അയ്യോ, ഞാൻ പേഴ്സ് എടുത്തില്ല. ഇങ്ങോട്ട് മാറി. നമുക്ക് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാം. ആരെണ്ണും? ഞാൻ വിളിക്കാം. എന്തോ കൊറേ അപ്പൂപ്പന്മാര്. അപ്പൂപ്പന്റെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു. ഞാൻ അവരെയൊക്കെ പോയി വിളിച്ചിട്ട് വരാം. നമസ്കാരം. നമസ്കാരം. മോളി വീട്ടിലെ ആരാ? ഞാൻ വീട്ടിലെ ഒരാളാ. നിങ്ങളൊക്കെ ആരാ? ഞാൻ സുകുമാരൻ. ഞാൻ വേലായുധൻ. ഞാൻ രാമനുണ്ണി. ഞാൻ പ്രഭാകരൻ. അമ്മ, കൊറേ അപ്പൂപ്പന്മാര് വന്നേക്കുന്ന. ഇപ്പം വരും കേട്ടോ. ആയിക്കോട്ടെ. ആയിക്കോട്ടെ. ആരാ മനസ്സിലായില്ല? ഞാൻ സുകുമാരൻ, തെക്കേടുത്ത സുകുമാരൻ. ഭാര്യ മരിച്ചിട്ട് 8 വർഷമായി. ഞാൻ രാമനുണ്ണി, വടക്കേടത്തെ വീട്, പേരിയുടെ കുടുംബം കേട്ടിട്ടില്ലേ? ഞാൻ വേലായുധൻ. കിഴക്കും പടിഞ്ഞാറൊന്നും ഇല്ലേ? അമ്പലത്തിങ്ങരാന്നാണ് വീട്ടും പേര്. പൂത്തോട്ടയില് വന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും പറഞ്ഞു തരും. ഭാര്യ മരിച്ചിട്ട് ഒരു 10-12 വർഷമായി. എന്റെ ഭാര്യ മരിച്ചിട്ടും 10 വർഷമായി. ഞാൻ പ്രഭാകരൻ. എന്റെ ഭാര്യ മരിച്ചിട്ടൊന്നുമില്ല കേട്ടോ, കാരണം ഞാൻ കല്യാണം കഴിച്ചിട്ടേ ഇല്ല. ചോദിക്കുന്നോണ്ടൊന്നും തോന്നരുത്. നിങ്ങൾ വല്ല വൃദ്ധസദനത്തിൽ നിന്ന് പിരിവിന് വന്നതാ? ഞങ്ങൾ സ്വത്തും തറവാടൊക്കെ ഉള്ള ആൾക്കാരാ. ഞാൻ മക്കൾക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്ത്. ഇപ്പൊ ഞാൻ തനിച്ചാ താമസിക്കുന്നത്. എനിക്ക് എല്ലാരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. എന്നെ നോക്കാൻ ഒരാൾ വേണം. മീറ്റ് സർവീസ് വല്ലതും നടക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ നല്ലൊരു കുടുംബത്തിലുള്ള ആളെ തേടി നടക്കായിരുന്നു. മിലിറ്ററിയിലായിരുന്നു. വേറെ ദുശീലങ്ങളൊന്നുമില്ല. മാസത്തിൽ കുപ്പി കിട്ടും, അതിൽ നിന്ന് 2 അടിക്കണമെന്ന് നിർബന്ധം. ആ ശീലം മാത്രമേ. ഞാനൊരു റിട്ടയർഡ് വില്ലേജ് ഓഫീസറാണ്. ഇത് സംഭവം ലച്ചി ചേച്ചിക്ക് തെറ്റിയതാണ് കേട്ടാ. ചേച്ചി, ഇവർ പിരിവെടുക്കാൻ വന്നവരല്ല, പകരം അഡ്മിഷൻ എടുക്കാൻ വന്നവരാണ്. അപ്പൂപ്പന്മാരെ നമ്മളവിടെ വൃദ്ധസദനമൊന്നും നടത്തണില്ല. അത് ഞങ്ങൾക്കറിയാ. ഭവാനിക്കുട്ടിയില്ലേ ഇവിടെ? അങ്ങനെ പറ, ഇപ്പോഴല്ലേ മനസ്സിലായേ. അമ്മൂമ്മയുടെ കൂട്ടുകാരാ. ആ, അമ്മൂമ്മയുടെ കൂട്ടുകാരാ? ഇപ്പോഴാ നിങ്ങളെ മനസ്സിലായത്. വരും, നമുക്ക് അതിൽ സംസാരിക്കാം. വാ. എന്താണ് ഭയങ്കര ഒരുക്കമാണല്ലോ. പടവലത്തോട്ടൊക്കെ പോവല്ലേ, നല്ലതായിട്ട് ഒരുക്കിയൊക്കെ പോവാന്ന് വിചാരിച്ചു. എന്നിട്ട് പോണല്ലേ? പോവാ. പോകുന്നതിന് മുന്നേ അവിടെ കുറച്ച് ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. ആരാ? ഫ്രണ്ട്സാന്ന് തോന്നുന്നു. ഫ്രണ്ട്സോ? ആ വാ. അല്ലയോ ഉം. ഈ ഫ്രണ്ട്സ് പഴയ കമ്പനിക്കാരായിരിക്കും. നമസ്കാരം. നമസ്കാരം. ഭവാനിക്കുട്ടിയല്ലേ? ഭവാനിക്കുട്ടിയാ? അതെ, ഭവാനിയാണ്.
കണ്ടിട്ട് എത്ര പെട്ടെന്ന് മനസ്സിലാവാൻ എന്ത് പറ്റി? കുറെ കാലമായില്ലടാ. എല്ലാവർക്കും ചായ ആകാമല്ലോ. ആവാലോ. ആദ്യം കുറച്ച് സംസാരിച്ചിട്ടാവട്ടെ ചായ. കനകം പോയി ചായ എടുക്കും. உங்களுக்கு எல்லாம் சக்கரை போடலாமா டீல? ഓ ഞങ്ങൾക്ക് ആർക്കും ഷുഗറൊന്നുമില്ല. ഇഷ്ടംപോലെ വായിക്കൊരിട്ടോ. கடுப்பம் ஜாஸ்தியா பிடிக்குமா இல்ல லைட்டான டீ பிடிக்குமா? ആന്റി 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 സാധാരണ എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു മീഡിയം ചായ. മാഴൂര് പടവലത്ത് തന്നെയല്ലേ ഇപ്പോഴും താമസം? ഇടയ്ക്ക് ഇവിടെയൊക്കെ വന്ന് നിൽക്കുമല്ലേ? അങ്ങനെയല്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോന്നു. ഞാൻ റിട്ടയർഡ് ആയതിനു ശേഷം കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. അതിന് കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോണു. അമ്പലത്തിങ്ങള് അറിയില്ലേ? അമ്പലത്തുംകര. ആ പിന്നെ എനിക്കറിയാം, ഞാൻ അവിടെ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഇവിടെ അറിയിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വരുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? പ്രതീക്ഷിക്കാതെയാണല്ലോ പല കാര്യങ്ങളും നടക്കുന്നത്. കുട്ടമ്പിള്ള അദ്ദേഹം മരിച്ചിട്ട് അധികം ആയില്ലല്ലേ? നനച്ചിരിക്കാതങ്ങ്. ഏതായാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് നന്നായി. പടവലത്തുനിന്ന് ചിലപ്പോ അമ്മൂമ്മ ഇവിടെ വന്ന് നിൽക്കുന്നതിനെ പറ്റിയായിരിക്കും. അങ്ങനൊരു ഉറച്ച തീരുമാനത്തിലൊന്നും എത്തിയിട്ടില്ല. കുറച്ച് അവിടെ നിൽക്കാം, കുറച്ച് ഇവിടെ നിൽക്കാം, അങ്ങനെ അങ്ങോട്ട് പോട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് സംസാരിക്കും. ഞാൻ അവസാനം സംസാരിച്ചോ. കാലം പഴയ കാലമൊന്നും അല്ലല്ലോ. അല്ലപ്പ ഇത് ആരുടെ അടുത്ത് സംസാരിക്കുന്ന കാര്യം പറയണേ? ഭവാനിക്കുട്ടി അടുത്ത്. ഭവാനിക്കുട്ടിക്ക് ഇഷ്ടമുണ്ട് സംസാരിച്ചാൽ മതി കേട്ടാ. എനിക്ക് കണ്ടപ്പോഴേ ഓക്കെ ആയി. ഞങ്ങൾക്ക് ഇഷ്ടമായി. അല്ല, നിങ്ങൾ റെസിഡൻസുകാർ എന്നോടെന്തോ സംസാരിക്കാനാ? എന്തെങ്കിലും പരിപാടിയുടെ കാര്യമാണെങ്കിൽ പിള്ളേരോട് സംസാരിച്ചാ പോരെ? റെസിഡൻസുകാരോ? ഞങ്ങള് റെസിഡൻസുകാരൊന്നുമല്ല. ഓ, നിങ്ങൾ പിറവത്ത് കൃഷിഭവനിൽ നിന്ന് വന്നവരാ അല്ലയോ? ഞങ്ങൾ ഭവാനിക്കുട്ടിയെ പെണ്ണ് കാണാൻ വന്ന ആൾക്കാരാ. ഇവർക്കിനി വീട് മാറി വല്ലതും വന്ന് കയറിയതാണെങ്കിലും അതാവാനേ ചാൻസ് ഉള്ളൂ. ഭവാനിക്കുട്ടി എന്ന് പറയണത് ചിലപ്പോ അറിയാവുന്നവരായിരിക്കും. വേറെ ഏതെങ്കിലും ഭവാനിക്കുട്ടിയാണെങ്കിലും നമുക്കൊന്ന് കൺഫേം ചെയ്യാം. അമ്മമാരോട് ഞാൻ ഒരു കാര്യം ചോദിച്ചാ സത്യം പറയോ? ശരിക്കും നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? നിങ്ങക്ക് വീട് മാറിപ്പോയൊന്നും അല്ലല്ലോ? വീട് മാറിപ്പോയിട്ടൊന്നുമില്ല. ഇതന്നെയല്ലേ പാറമട വീട്? പാറമട വീട് ഇത് തന്നെയാ. എന്നാലേ ഇതാണെങ്കിലും ഭവാനിക്കുട്ടിയെ പെണ്ണ് കാണാൻ വന്നാ ഞങ്ങള്. ആരാണ് നിന്റെ ഭവാനിക്കുട്ടി? എന്റെ വായിന്നെല്ലാം കേൾക്കും കേട്ടാ. അമ്മമ്മ ഇവര് നമ്മുടെ ഗസ്റ്റ് ആണല്ലോ. അപ്പൊ ഗസ്റ്റിനോട് നമ്മൾ അതിഥി ദേവോ ഭവ എന്ന് ചിന്തിച്ചു വേണ്ടേ പെരുമാറാൻ? അതെ അതെ അല്ലേ അളിയാ? അളിയാ, എന്താണെങ്കിലും ഇവര് നമ്മുടെ അമ്മുമ്മയെ കാണാൻ വേണ്ടി കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് വന്നതല്ലേ. അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ബാക്കി മുറക്കി നടക്കട്ടെ. പിന്നെ അപ്പൂപ്പന്മാരെ, നമ്മൾ കുറച്ച് ഫോർവേഡ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഇപ്പോഴത്തെ കാലം എന്നൊക്കെ പറയുന്നത് ഭാര്യയോ ഭർത്താവോ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്ത കല്യാണം. അത് ആക്ച്വലി നോർമലാണ്. അതെ 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 അത് സംഭവം ഈ ഒറ്റപ്പെടലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണല്ലോ അത് അല്ലേ? അതെ അതെ. അമ്മൂമ്മയുടെ കല്യാണത്തിന് ഞാൻ പപ്പടം വിളമ്പേ. അമ്മൂമ്മയുടെ കല്യാണത്തിന് ഞാൻ എല്ലാവർക്കും വെള്ളം കൊടുക്കാം. சரி, நான் ஒரு விஷயம் கேட்கட்டா? இந்த கல்யாண ஆலோசனை உங்கள்கிட்ட யாரு சொன்னாங்க? അതാണ് ഞങ്ങൾക്കും അറിയേണ്ടത്. ആര് കൊണ്ടുവന്നാലെന്താ? കുട്ടിക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ടെന്നറിഞ്ഞാ പോരെ? കുട്ടി ആരാണ് തന്റെ കുട്ടി? എടാ, എന്റെ പേര് ഭവാനിയമ്മേന്നാ. കുട്ടി വിളിച്ചേക്കരുത് കേട്ടാ. ഞങ്ങൾക്ക് കുട്ടീന്ന് വിളിക്കുന്ന ഇഷ്ടം. കുറെ നേരമല്ല ഞങ്ങള് എന്ന് പറയുന്നേ. നിങ്ങൾ 4 പേരും കൂടെ അമ്മൂമ്മ കല്യാണം കഴിക്കാൻ പോവാ. ഒരാള് കല്യാണം കഴിച്ചാ മതി. അതാരാന്ന് തീരുമാനിക്കും. എന്നെ ഇങ്ങനെ നാണം കെടുത്തല്ലേ? നാളൊക്കെ കോഴിനോട് മാറുന്നേ. എറിയും കേട്ടാ. എന്റെ നാട്ടി പറഞ്ഞു വരുന്നുണ്ട് കേട്ടാ. അമ്മ പോട്ടെ വിട്. അല്ല അപ്പൂമ്മരെ, നിങ്ങളെല്ലാവരും എങ്ങനെ ഇതുവരെ നടന്നു വന്നത്? ഓ, പറഞ്ഞൊരു പെണ്ണ് കാണാൻ വന്നേയുള്ളൂ അല്ലേ? കഴിഞ്ഞാലും വരും. എന്നാലും അമ്മമാര് പറ,
എങ്ങനെ ഇവിടെ എത്തി? ഒരു ബ്രോക്കർ മുഖേന വന്നതാ. ബ്രോക്കറാ? ഏത് ബ്രോക്കർ? എനിക്ക് സാധാരണ പെണ്ണ് നോക്കണതേ നാട്ടിലൊരു ബ്രോക്കറാ, പക്ഷെ ഈ ആലോചന കൊണ്ടുവന്നത് ഇവിടുത്തെ ഒരു ബ്രോക്കറാ. ആ മഹാന്റെ പേരൊന്ന് പറയാവോ? സിംഗപ്പൂർ ബാസി. അങ്ങനെ വരട്ടെ. ഇപ്പോളേ ഞാനൊന്ന് വിളിക്കട്ടെ ബ്രോക്കറിനെ, എന്നിട്ട് നമുക്ക് ഇതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാം. തീരുമാനിക്കുമ്പോഴേ കൂടുതൽ പ്രായക്കൂടുതലൊന്നും വയ്യാത്തത് എനിക്ക് തന്നെ ഉറപ്പിക്കണേ. ഉറപ്പിക്കാം. ആ വാസ്യങ്ങളെ, എന്റെ വാസ്യങ്ങൾ എവിടാ? ആണോ? ആ പിന്നെ ബ്രോക്കർ പറഞ്ഞു വിട്ടാ ചെക്കന്മാരുടെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടേ. ഓ നിരന്ന് നിക്കണ്. ഓ ഇഷ്ടപ്പെട്ടില്ല, ഐ മീൻ ഇഷ്ടപ്പെട്ടു, പക്ഷെ ആര് തിരഞ്ഞെടുക്കണമെന്ന് ഒരു കൺഫ്യൂഷൻ പെണ്ണിന്. ആ ചോദിക്കാം. എവിടാ? ഞാൻ ഇവിടെ ഉണ്ടേ. വാ ഓടി വാ. ആ അങ്കിളെ, ഏയ് ഇത്രയും വിശേഷപ്പെട്ട ചടങ്ങൊക്കെ സംഘടിപ്പിച്ചിട്ട് അങ്കിൾ ഒളിച്ചു നിൽക്കാ? ഒളിച്ചിട്ടുണ്ടെന്നാ? കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് ഇങ്ങോട്ട് വരാന്ന് വിചാരിച്ച്. മാമിയേ സന്തോഷായാ? പിന്നെ എനിക്കൊന്ന് സന്തോഷമായി. ഇതിപ്പോ ഒരു സന്തോഷം ഇനി വേറെ എന്തോ ഉണ്ട്. നീയേ എന്റെ മനസ്സറിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തു. നിങ്ങളെ എല്ലാരും മനസ്സും ചിന്താഗതി അറിഞ്ഞാണ് ബാസി ഓരോന്നും ചെയ്യണത്. ഞാൻ നിങ്ങളെ കുടുംബത്തിലുള്ള ഒരാളാണ്, അത് മനസ്സിലാക്കി. വാസ്യങ്ങളെ, സത്യം പറഞ്ഞ അമ്മൂമ്മയുടെ ഈ ഒറ്റപ്പെടല് കാരണേ അമ്മൂമ്മക്ക് പറ്റിയ ഒരു ചെറുക്കനെ ഞങ്ങൾ തപ്പി നടക്കുകയായിരുന്നു. എനിക്ക് മനസ്സിലായി. മാമി ഒറ്റപ്പെട്ട് നിൽക്കണം എന്ന് പറഞ്ഞ് കിടന്ന് കറങ്ങിയപ്പോഴേ എനിക്ക് പിടികിട്ടിയ സംഭവം എന്താണെന്ന്. അതല്ലേ കൊണ്ടുവന്നത്. അതെ, ആരാ? വലിയ പുള്ളിയാ. വാസ്യങ്ങളെ, ഓ ഇനിയിപ്പോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പടവലത്ത് അടിക്കല്ലോ അല്ലേ? പിന്നെ സ്ത്രീധനമായിട്ട് അങ്ങനെ പടവലം വല്ല എഴുതി കൊടുക്കുക, അങ്ങനെ വല്ല പ്ലാൻ വല്ലതും ഉണ്ടാ? 10-20 ഏക്കർ കാണുമായിരിക്കും അല്ലേ എവിടെ? പടവലത്ത്. ആ കാണും. അയ്യോ, പടവലത്ത് മാത്രമല്ല, അങ്ങ് ചോനറത്തയിലും ഉണ്ട്. എല്ലാം കൂടെ ഒരു 100-100 ഏക്കർ കാണും. പിന്നെ ഭാസിയെ, മാമി കാര്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാലേ ഇവര് ചിലപ്പം വല്ലതും തരുമോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ നിനക്ക് കാര്യമായിട്ട് വല്ലതും തരണ്ടായോ? മാമി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ച് വാങ്ങിക്കാന്ന് പറഞ്ഞ ഒരു ബ്രോക്കർ ഫീസ് പോലെ. എന്നാലും മാമി എന്തെങ്കിലും അറിഞ്ഞു തന്നാ? അല്ല, ഭാസിമോൻ പറ എന്താ വേണ്ടുന്നതെന്ന് മോനങ്ങ് പറ. അല്ല മാമി അറിഞ്ഞു തന്നാ മതി. മാമിയുടെ മനസ്സറിഞ്ഞങ്ങ് തന്നാ മതി. ഓ തരട്ടെ എന്നാ. ഓ അല്ല, ബ്രോക്കർ പോയി, ഇനി നിന്നാ ബ്രോക്കറിന് കിട്ടേണ്ട ബാക്കിയോടെ മേടിച്ചിട്ട് പോവാ. എന്താ പറയണേ? എന്റെ വീട്ടിൽ ഇറങ്ങിക്കണം. ഒരു കല്യാണം കൂടാന്ന് വിചാരിച്ച അതങ്ങ് പോയി.